80കളുടെ തുടക്കത്തിലാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ആരംഭിക്കുന്നത്. അതിന് മുന്നേ തന്നെ മറൈൻ ഡ്രൈവിലൊക്കെ അശോക പോലെയുള്ള ഫ്ലാറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പൊതുജനങ്ങൾക്ക് വാങ്ങിക്കാൻ പരിമിതികളുണ്ടായിരുന്ന പ്രൊജക്റ്റുകളായിരുന്നു. 80കളിലാണ് പുല്ലേപ്പടിയിൽ സദേൺ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കടവിൽക്കോട്ട് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ്. എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ ആദ്യത്തെ ഒരു റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റായിട്ട് വന്നത് അതാണ്. ആ ഒരു പ്രൊജക്റ്റ് ആണ് കൊച്ചിയിലെ ആദ്യത്തെ ഒരു ഫ്ലാറ്റ് സമുച്ചയമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് 80കളുടെ അവസാനത്തിലും 90കളിലുമൊക്കെ ഈ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. അന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്ന പല ബിൽഡർമാരും ഇന്നും നിലവിൽ മാർക്കറ്റിലുണ്ട്. 94 മുതൽ 99 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് നമ്മുടെ കൊച്ചിയുടെ സാറ്റലൈറ്റ് ടൗൺഷിപ്പായ കാക്കനാടേക്ക് കൂടി ഇത് ഒന്ന് വ്യാപിക്കുകയുണ്ടായി. അതിനുള്ളൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു അവിടെ ഒരു IT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാക്കനാട് വരാൻ തുടങ്ങി. പിന്നെ സെസ് പോലെയുള്ള കാര്യങ്ങൾ, കളക്ടറേറ്റിൻ്റെ സാമീപ്യം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കൊച്ചിയുടെ ഒരു സാറ്റലൈറ്റ് ടൗൺഷിപ്പ് എന്നുള്ള രീതിയിൽ കാക്കനാട് ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം കൂടി അതിലുണ്ടായിരുന്നു. 99 ശേഷം, അതായത് 90കളുടെ അവസാനവും 2000ൻ്റെ തുടക്ക കാലഘട്ടത്തിലും ഈ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഒരു തളർച്ചയെ നേരിട്ട ഒരു സമയമാണ്. അന്ന് കുറേ ബിൽഡർമാരൊക്കെ ഈ പ്രൊജക്റ്റുകളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും അതിൽ പണം മുടക്കിയ ആളുകൾക്ക് പണം നഷ്ടമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അതൊക്കെ ഒരു പരിമിതമായ രീതിയിൽ മാത്രമായിരുന്നു. 2000ൻ്റെ രണ്ടാം പകുതി, അതായത് ഒരു 2005 ശേഷം ഇങ്ങോട്ടുള്ള ഒരു സമയം, ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ വലിയ വലിയ ഒരുപാട് പ്രൊജക്റ്റുകളും, അല്ലെങ്കിൽ നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഗോൾഡൻ എറ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വലിയൊരു വളർച്ചയും ഈ സെഗ്മെൻറ്റിന് ഉണ്ടായത്. അതൊരു 5 വർഷത്തോളം ആ ഒരു കാലഘട്ടം ശരിക്ക് നീണ്ടു നിന്നു. ഒരുപാട് ഡെവലപ്പർമാരും അതേപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സും ഒക്കെ കൊച്ചിയെ മികച്ച ഒരു നിക്ഷേപം ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിൽ നടത്തിയാൽ വളരെ നല്ല റിട്ടേൺസ് ഉണ്ടാകും എന്ന് തിരിച്ചറിയുകയും, പക്ഷേ ഇതിനൊന്നും ഒരു കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നം. ആർക്ക് വേണമെങ്കിലും വന്നിവിടെ